ഏവർക്കും നമസ്കാരം. മഹാഭാരതത്തിൻ്റെ 3-ാം ഏടിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും തുടങ്ങുകയാണ്. ശന്തനു മഹാരാജാവ് തൻ്റെ മകനെ കാണുവാൻ ഗംഗാദേവിയോട് അപേക്ഷിക്കുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഗംഗ പ്രത്യക്ഷപ്പെടുന്നു. ഗംഗ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവൻ അങ്ങയുടെ പുത്രനാണ്. ഞാൻ ഇവനെ ഇത്രയും നാൾ വളർത്തി. ഇവൻ വസിഷ്ഠനിൽ നിന്ന് സമസ്ത വേദങ്ങളും അഭ്യസിച്ചു. ഇവൻ വില്ലാളി വീരനാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സുസമ്മതനായ ശുക്രാചാര്യനിൽ നിന്ന് ഇവൻ എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട്. അസ്ത്രവിദ്യയിൽ ഇവൻ ഇന്ദ്രന് തുല്യനാണ്. ധനുർവേദ പരംഗതനായ പരശുരാമൻ അസ്ത്രവിദ്യയ്ക്ക് പുറമെ മീമാംസ, ന്യായം, പുരാണം, സ്മൃതി തുടങ്ങിയ സംഘോപാംഗങ്ങളും ഇവനെ അഭ്യസിച്ചിട്ടുണ്ട്. ഇവന് രാജ്യധർമ്മങ്ങളെല്ലാം അറിവുണ്ട്. ഇവനെയും കൂട്ടി രാജധാനിയിലേക്ക് പോയാലും. ശന്തനു മഹാരാജാവ് ഉൾപ്പുളകം കൊണ്ടു. കുമാരൻ ശന്തനുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശന്തനു കുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ചു. അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഗംഗാദേവി തിരോധാനം ചെയ്തു. രാജാവ് പുത്രനോടുകൂടി ഹസ്തിനപുരയിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമാത്യന്മാരും പ്രജകളും അത്യന്തം സന്തോഷിച്ചു. ഗുണവാനും യോഗ്യനുമായ പുത്രൻ ലഭിച്ചതിൽ രാജാവ് അഭിമാനിച്ചു. പുത്രനു ദേവവ്രതൻ എന്നു പേരിട്ടു. അദ്ദേഹത്തെ ഗംഗയനെന്നും വിളിച്ചു വന്നു. ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായ ദേവവ്രതൻ അച്ഛനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു വന്നു. കുറഞ്ഞ കാലത്തിനുള്ളിൽ അവൻ്റെ ബുദ്ധിശക്തിയും ഭരണപാഠവും എല്ലാവർക്കും ബോധ്യമായി. ദേവവ്രതൻ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആർജിച്ചു. വർഷങ്ങൾ 4-5 കടന്നുപോയി. ഒരു ദിവസം ശന്തനു മഹാരാജാവ് നായാട്ടിന് പോയി. അദ്ദേഹം യമുനാതീരത്തെത്തി. അവിടെയെല്ലാം ഹൃദ്യമായ കസ്തൂരി ഗന്ധം പരന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ഗന്ധം എവിടെ നിന്ന് വരുന്നുവെന്ന് ആശ്ചര്യപ്പെട്ട രാജാവ് അതിൻ്റെ ഉറവിടം തേടി ചുറ്റി നടന്നു. പുഴക്കടവിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് ഈ ഗന്ധം പുറപ്പെടുന്നതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവൾ അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു ദിവ്യകന്യകയായിരുന്നു. രാജാവ് അവളുടെ അടുത്തെത്തി മധുരമായി ചോദിച്ചു, ഹേ മനോഹരി, നീ ഏതാണ്? നിന്റെ അച്ഛൻ ആരാണ്? പ്രത്യക്ഷത്തിൽ തന്നെ ഉന്നത കുലജാതനെന്ന് തോന്നുന്ന ഒരു പുരുഷൻ ഏകയായി നിൽക്കുന്ന ഒരു യുവതിയുടെ അടുത്തെത്തി ഇപ്രകാരം ചോദിച്ചപ്പോൾ യുവതി ഭീതിയോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം കണ്ട് രാജാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ആരാണ്? ഇവിടെ എന്തു ചെയ്യുന്നു? അവൾ അദ്ദേഹത്തെ സാകുതം നോക്കി വിനയാന്വിതനായി. ഞാനൊരു മുക്കുവ പെണ്ണാണ്. എൻ്റെ പേര് സത്യവതി എന്നാണ്. എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ മുക്കുവരുടെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ തോണി കടത്തുകയാണ്. അവളുടെ മധുരമായ സംഭാഷണവും അനന്യമായ സൗന്ദര്യവും അതിലുപരി അവളിൽ നിന്ന് നിർഗമിക്കുന്ന സുഗന്ധവും ശന്തനുവിനെ ഹഠാതാകർഷിച്ചു. അവൾ ദശകന്യകെപ്പോലെ ദേവകന്യകെപ്പോലെയാണ് എന്ന് രാജാവിന് തോന്നി. ശന്തനു അവളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തി. അച്ഛനായ മുക്കുവ തലവനെ കണ്ടു. രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുക്കുവൻ ഭയസംഭ്രമത്തോട് ചാടിയെണീറ്റു. രാജാവിനെ താണുകൂപ്പി ആദരവോട് നിന്നു. രാജാവ് ചോദിച്ചു, അങ്ങയുടെ മകളെ എനിക്ക് നൽകുമോ? മുക്കുവന് രാജാവിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല. മുക്കുവനായ തൻ്റെ മകളെ വേൾക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നുവെന്നു എന്തു പറയണമെന്നറിയാതെ അല്പനേരം അദ്ദേഹം മൗനമായി നിന്നു. പിന്നീട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നാടുവാഴുന്ന രാജാവിനേക്കാൾ ഉന്നതനായ ഒരാളെ എൻ്റെ മകൾക്ക് ഭർത്താവായി ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിക്കാം. എന്നാൽ അങ്ങ് എന്നോട് ശപഥം ചെയ്യണം. ദാശൻ, രാജാവേ, ഇവർക്കുണ്ടാകുന്ന പുത്രനെ അങ്ങ് രാജാവാക്കണം. രാജ്യം മറ്റാർക്കും നൽകാൻ പാടില്ല. ശന്തനു മഹാരാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. മുക്കുവ പെണ്ണിൽ അമിതമായ അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ പൊന്നോമന പുത്രനായ ദേവവ്രതനെ രാജാവാക്കാതെ മറ്റൊരാളെ രാജാവാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹം മുക്കുവനോട് ഒന്നും പറയാതെ വൈക്ലപ്യത്തോട് രാജധാനിയിലേക്ക് മടങ്ങി. രാജാവിൻ്റെ ഹൃദയം മുഴുവനും മുക്കുവ പെണ്ണിലായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഗംഗയെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധി അനുവദിച്ചില്ല. അദ്ദേഹം വൈതരണിയിലായി. മുഖത്തെപ്പോഴും നിരാശയും ദുഃഖവും നിഴലിട്ടു നിന്നു. അച്ഛൻ്റെ മനസ്സിനെ ഏതോ കാര്യം മതിക്കുന്നുണ്ടെന്ന് ബുദ്ധിമാനായ ദേവവ്രതൻ മനസ്സിലാക്കി. ഒരു ദിവസം അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പതിവുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അച്ഛൻ ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അങ്ങയുടെ ആദിക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാലും. തനിക്ക് ഒരു മുക്കുവ സ്ത്രീയിൽ
അഭിനിവേശം ഉണ്ടെന്നും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും എങ്ങനെയാണ് മകനോട് പറയുക? അതുകൊണ്ട് അല്പം വളച്ചുകെട്ടി രണ്ടാമൊരു വിവാഹം കഴിക്കേണ്ട ആവശ്യകത സൂചിപ്പിക്കുന്ന വിധത്തിൽ ശന്തനു പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. കുറച്ചു നാളുകളായി ഞാൻ വളരെ അസ്വസ്ഥനാണ്. നമ്മുടെ വംശത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. നമ്മുടെ കുലത്തിൽ നീ മാത്രമായി ഒരൊറ്റ സന്താനമല്ലേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു പുത്രനെ കൊണ്ട് ആർക്കും തൃപ്തിപ്പെടാം. എങ്കിലും പൗരുഷശാലിയും യുദ്ധ താൽപര്യനുമായ നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നമ്മുടെ വംശത്തിൻ്റെ കഥ അതോടെ അവസാനിക്കുകയില്ലേ? ഇതാണ് എൻ്റെ ദുഃഖകാരണം. ഞാൻ എൻ്റെ മനോഗതം നിന്നോട് തുറന്നു പറയുകയാണ്. ശന്തനുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ്റെ അന്തർഗതം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്ന് ബുദ്ധിമാനായ ദേവവ്രതന് മനസ്സിലായി. അദ്ദേഹം മന്ത്രി മുക്കനെ കണ്ടു. അച്ഛൻ്റെ ദുഃഖകാരണത്തെപ്പറ്റി തിരക്കി. മന്ത്രി ആദ്യമൊക്കെ ഒന്നും അറിയില്ലെന്ന വിധത്തിൽ മറുപടി പറഞ്ഞെങ്കിലും ദേവവ്രതനുള്ള ചുഴിഞ്ഞുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ള വിവരം ദേവവ്രതനോട് പറയേണ്ടി വന്നു. മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, ഒരു മുക്കുവ പെണ്ണിനെ അധികമായി പ്രേമിക്കുന്നു. അവളെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണം. തടസ്സകാരണങ്ങളും മന്ത്രി ദേവവ്രതനെ അറിയിച്ചു. മന്ത്രിയിൽ നിന്നും വിവരം ഗ്രഹിച്ച ഉടനെ പിതൃഭക്തനായ ആ വത്സലപുത്രൻ ഏതാനും ക്ഷത്രിയ പ്രമാണിമാരോടും കൂടി ദാശൻ്റെ ഗ്രഹത്തിലെത്തി. ദാശൻ യുവരാജാവിനെ ആദരവോട് സ്വീകരിച്ചു. ദേവവ്രതൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനു വേണ്ടി അങ്ങയുടെ മകളെ അർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ ഇനിയും എന്താണ് വേണ്ടത്? സത്യവതിയുടെ അച്ഛൻ ശന്തനുവിനോട് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം ദേവവ്രതനോടും പറഞ്ഞു. അപ്പോൾ ഗംഗയൻ കൂടെ വന്നിരുന്ന ക്ഷത്രിയ പ്രമാണികളുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഭീഷ്മ പ്രതിജ്ഞ. ദേവവ്രതൻ പറഞ്ഞു, അല്ലയോ ദാശപ്രമാണി, എനിക്ക് സത്യത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല. അത് എൻ്റെ വ്രതമാണ്. ഇന്ന് മറ്റാരും ഇപ്രകാരം ഒരു സത്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഭവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കും. എൻ്റെ അച്ഛന് അങ്ങയുടെ പുത്രിയിൽ ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവാകും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ദാശൻ സന്തോഷിച്ചു. എങ്കിലും മറ്റൊരു ചിന്ത അയാളുടെ മനസ്സിൽ കടന്നുകൂടി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജകുമാര, ശ്രേഷ്ഠനായ രാജാവിന് ചേർന്ന ശ്രേഷ്ഠനായ പുത്രൻ തന്നെയാണ് താങ്കൾ. അങ്ങ് ചെയ്ത സത്യം പരിപാലിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ തൃപ്തനുമാണ്. എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പുത്രി വത്സൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഭയം അങ്ങയുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. ഭവാന്റെ സന്താനങ്ങൾ സിംഹാസനത്തിനു വേണ്ടി അവകാശവാദം പുറപ്പെടുവിച്ചാലുള്ള സ്ഥിതിയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. ഇത് കേട്ടപ്പോൾ മുക്കുവത്തലവൻ്റെ ഇംഗിതം സ്പഷ്ടമായി ദേവവ്രതന് മനസ്സിലായി. ഈ കാര്യത്തിലും വേണ്ട ഉറപ്പുകൊടുക്കാൻ ഗംഗയൻ തീരുമാനിച്ചു. അദ്ദേഹം വീണ്ടും പ്രതിജ്ഞ ചെയ്തു, ഹേ ദാശപ്രഭു, ഞാൻ മുമ്പ് തന്നെ എൻ്റെ രാജ്യത്വം ഉപേക്ഷിച്ചതായി സത്യം ചെയ്തുവല്ലോ. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രിയത്തിനു വേണ്ടി ഈ ക്ഷത്രിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാനിതാ മറ്റൊരു ശപഥം കൂടി ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. എനിക്ക് പുത്രന്മാർ ഉണ്ടായില്ലെങ്കിലും ഞാൻ അക്ഷമമായ ലോകത്തിൽ എത്തിച്ചേരും. ഇതും സത്യം, സത്യം, സത്യം. ദേവവ്രതൻ അപ്രകാരം പ്രതിജ്ഞ ചെയ്തപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഇവൻ ഭീഷ്മൻ തന്നെ, ഇവനാണ് ഭീഷ്മൻ എന്നുള്ള അശരീരി എല്ലാവരും കേട്ടു. ഉഗ്രമായ പ്രതിജ്ഞയെടുക്കുകയും അതേപടി പാലിക്കുകയും ചെയ്യുന്നവനാണ് ഭീഷ്മൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മർ ആയി. ദാശൻ ഇതെല്ലാം കണ്ടും കേട്ടും രോമാഞ്ചകഞ്ചുകിതനായി. അയാൾ സത്യവതിയെ അടുത്ത് വിളിച്ചു. അവൾ പ്രീളാവതനായി അച്ഛൻ്റെ അടുത്തെത്തി. ദാശൻ അവളെ ദേവവ്രതനെ ഏൽപ്പിച്ചു. അദ്ദേഹം താതനു വേണ്ടി അവളെ സ്വീകരിച്ചു. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു, അമ്മേ, തേരിൽ കയറുക, നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പോകാം. ഭീഷ്മൻ ഹസ്തിനപുരിയിലെത്തി സത്യവതിയോടൊപ്പം അച്ഛൻ്റെ മുമ്പാകെ വന്നു നിന്നു. ശന്തനു മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങൾ അലതല്ലി. തൻ്റെ വാത്സല്യനിധിയായ പുത്രൻ തനിക്ക് വേണ്ടി രാജ്യവും ലൗകിക സുഖങ്ങളും ത്യജിച്ചതിൽ അനൽപമായ കുണ്ഠിതം തോന്നിയെങ്കിലും പുത്രന് തന്നോടുള്ള സ്നേഹവായ്പ് പ്രത്യക്ഷത്തിൽ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് വിജൃംഭിതനായി. അദ്ദേഹം ഹർഷോത്മദാത്താൽ ധാരധരായി കണ്ണുനീർ പൊഴിച്ചു. വികാരപരവശനായ അദ്ദേഹത്തിന് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. മനസ്സ് സ്വസ്ഥമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ സ്വച്ഛന്ത മൃത്യുവായി തീരും. നിശ്ചയിക്കുമ്പോൾ മാത്രമേ മൃത്യു നിന്നെ സ്പർശിക്കുകയുള്ളൂ. നീ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നോളം കാലം മരണം നിന്നെ തീണ്ടുകയില്ല. ഇതോ സത്യം, സത്യം, സത്യം.
ശന്തനുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവവ്രതൻ സ്വച്ഛന്ത മൃത്യുവായിത്തീർന്നു. അദ്ദേഹം ഭീഷ്മരും ആയി. ശന്തനു മൃതിപ്രകാരം ആഡംബരത്തോട് സത്യവതിയെ വിവാഹം കഴിച്ചു. അവൾ ശന്തനുവിൻ്റെ പട്ടമഹിഷിയായി. സത്യവതിക്ക് 2 പുത്രന്മാരുണ്ടായി. മൂത്ത മകൻ ചിത്രാംഗതൻ, ഇളയ മകൻ വിചിത്രവീരൻ. വിചിത്രവീരനു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശന്തനു പരലോകം പോകി. ഭീഷ്മൻ സത്യവതിയായി ആലോചിച്ച് ചിത്രാംഗതനെ രാജാവായി അഭിഷേകം ചെയ്തു. ചിത്രാംഗതൻ വീരപരാക്രമിയായിരുന്നു. മിക്ക രാജാക്കന്മാരും അദ്ദേഹം തൻ്റെ സാമന്തന്മാരാക്കി. ചിത്രാംഗതൻ എന്നു പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഭയങ്കരമായ പോരാട്ടം നടന്നു. ആ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവൻ്റെ വിയോഗത്താൽ ചിത്രാംഗതൻ കൊല്ലപ്പെട്ടു. ചിത്രാംഗതൻ മരിക്കുമ്പോഴും വിചിത്രവീരന് പ്രായപൂർത്തിയായിരുന്നില്ലേ. എങ്കിലും അവനെ തന്നെ രാജാവായി അഭിഷേകം ചെയ്യുകയും അവൻ്റെ ആൾപ്പരപ്പെന്ന നിലയിൽ സത്യവതിയുമായി ആലോചിച്ച് ഭീഷ്മൻ രാജ്യഭരണം നടത്തുകയും ചെയ്തു. വിചിത്രവീരന് പ്രായപൂർത്തിയായി. അവന് തക്കതായ ഒരു വിവാഹം നടത്തുന്നതിനെപ്പറ്റി ഭീഷ്മൻ ആലോചന തുടങ്ങി. കാശി രാജാവിന് അംബ, അംബിക, അംബാലിക എന്നീ 3 പുത്രിമാരുണ്ടായിരുന്നു. ഇവർ അനുപമമായ സൗന്ദര്യധാമങ്ങളാണെന്ന് കേട്ടിരുന്നു. അവരുടെ 3 പേരുടെയും സ്വയംവരം ഒരേ സമയത്ത് തന്നെ നടത്തുന്നതിനാണ് കാശി രാജാവ് തീരുമാനിച്ച് വിളംബരം ചെയ്തത്. ഭീഷ്മൻ ഈ വിവരം അറിഞ്ഞു. വിചിത്രവീരനെയും കൊണ്ട് അവരെ കല്യാണം കഴിക്കുന്നതിനെപ്പറ്റി ഭീഷ്മൻ സത്യവതിയോട് ആലോചിച്ചു. അവർക്കും അത് സമ്മതമായിരുന്നു. അവരുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഭീഷ്മൻ സ്വയംവര പന്തലിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹം കാശി രാജ്യത്ത് എത്തി. കാഴ്ചയിൽ വൃദ്ധനായി തോന്നിയിരുന്ന ഭീഷ്മനും സ്വയംവര പന്തലിൽ സ്ഥാനം പിടിച്ചു. പന്തലിൽ നിറയെ സ്വയംവര പന്തലിൽ പങ്കെടുക്കാനെത്തിയ രാജാക്കന്മാർ സ്ഥലം പിടിച്ചിരുന്നു. അവർ ഭീഷ്മരെ കണ്ട് ഈ വൃദ്ധൻ എന്തിനാണ് സ്വയംവരത്തിനെത്തിയെന്ന് തമ്മിൽ ചോദിച്ചു. ബ്രഹ്മചാരി ഭീഷ്മൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. രാജാക്കന്മാർ തന്നെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഭീഷ്മൻ ക്രുദ്ധനായി. അദ്ദേഹം ബലാൽക്കാരനെ 3 കന്യകമാരെയും പിടിച്ചു തൻ്റെ തേരിൽ കയറ്റി. മേഘഗർജനം പോലുള്ള ശബ്ദത്തോട് അദ്ദേഹം അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരോടായി പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, കന്യാദാനം പല വിധത്തിലുണ്ട്. അതിലൊന്നു മാത്രമാണ് സ്വയംവരം. ബലത്താൽ കന്യകയെ കൊണ്ടുപോകുന്നവരുമുണ്ട്. ജയിച്ചിട്ട് ഹരിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് ധാർമ്മികർ പറയുന്നു. ഞാൻ ഇവിടെ ഇപ്രകാരം കയ്യൂക്ക് കാട്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞുകൊള്ളുക. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഭീഷ്മന്റെ ദാർഢ്യം കണ്ടപ്പോൾ അദ്ദേഹത്തെ എതിരിട്ട് തോൽപ്പിക്കുന്നതിന് അവിടെ കൂടിയിരുന്ന എല്ലാ രാജാക്കന്മാരും ഒത്തുചേർന്ന് അവർ കൈകൾ കൂട്ടിത്തിരുമ്മി പല്ലുകടിച്ചു. എല്ലാവരും രോക്ഷകുലരായി. ഭീഷ്മന്റെ തേര് വളഞ്ഞ് ഭീഷ്മന് നേരെ തുരുതുരാ ബാണങ്ങളെയ്തു. എന്നാൽ ഭീഷ്മൻ ആ ബാണങ്ങളെല്ലാം വിദഗ്ധമായി തടഞ്ഞു. രാജാക്കന്മാരുടെ നേരെ അദ്ദേഹം അത്യധികം പാടവത്തോട് അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മന്റെ അസ്ത്രവൈവിധ്യം കണ്ട് രാജാക്കന്മാർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടു പോരിൽ നിന്നും പിന്തിരിഞ്ഞു. എന്നാൽ ശാലു രാജാവ് മാത്രം ഭീഷ്മനോട് തോറ്റോടാൻ തയ്യാറായില്ല. ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ട ഭീഷ്മനെ ശാൽവൻ പിന്തുടർന്നു. അവൻ കോപത്തോട് വിളിച്ചു പറഞ്ഞു, ഹേ പെൺകൊതിയ, നിൽക്കൂ നിൽക്കൂ. ഭീഷ്മൻ പിന്തിരിഞ്ഞു നിന്നു. ഒരു പിടിയാനയ്ക്ക് വേണ്ടി പോരാടുന്ന 2 ഗജേന്ദ്രന്മാരെ പോലെ അവർ പോരാടി. ശോല രാജാവ് ഭീഷ്മനെ ശക്തമായി നേരിടുന്നത് കണ്ടപ്പോൾ മറ്റു രാജാക്കന്മാർ ഹർഷാരവം മുഴക്കി ശാലുവിനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അവരുടെ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. ഭീഷ്മൻ വരുണാസ്ത്രം തൊടുത്തുവിട്ടു. ശാലുവിൻ്റെ അനവധി കുതിരകളും സാരഥികളും ചത്തൊടുങ്ങി. ഭീഷ്മൻ ഇന്ദ്രാസ്ത്രം കൂടി അയച്ചു. അതും കൂടി ആയപ്പോൾ ശാലൻ നിശേഷം പരാജിതനായി. അയാളെ കൊല്ലരുതെന്ന് രഥത്തിലിരുന്ന അംബ അപേക്ഷിക്കാൻ ഭീഷ്മൻ ശാലനെ കൊല്ലാതെ വിട്ടു. കന്യകമാരെയും കൊണ്ട് വിജയശ്രീലളിതനായി ഭീഷ്മൻ ഹസ്തിനപുരിയിലെത്തി. കന്യകമാരെ സ്വന്തം അനുജത്തിമാരെ പോലെയാണ് ഭീഷ്മർ കരുതിയത്. സർവഗുണ സമ്പൂർണ്ണകളായ അവരെ അനുജനു വേണ്ടിയാണ് ഭീഷ്മൻ ഹരണം നടത്തി കൊണ്ടുവന്നത്. സത്യവതിയും അതിന് അംഗീകാരം നൽകി. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കന്യകമാരിൽ മൂത്തവളായ അംബ ഭീഷ്മനോട് പറഞ്ഞു, ഹേ മഹാരാജാവേ, ഞാൻ ശ്വാല മഹാരാജാവിനെ എൻ്റെ പതിയായി വരിച്ചു കഴിഞ്ഞവളാണ്. അദ്ദേഹം എന്നെയും വരിച്ചിട്ടുണ്ട്. സ്വയംവര പന്തലിൽ നിന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തുമായിരുന്നു. അതുകൊണ്ട് താങ്കൾ ധർമ്മപ്രകാരം പ്രവർത്തിച്ചാലും. ഭീഷ്മൻ ഉടൻ തന്നെ വേദജ്ഞാനികളുമായി കൂടിയാലോചന നടത്തി. അംബയെ അവളുടെ ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നതിന് അനുവദിച്ചു. ഒരു രാജകുമാരിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള അകമ്പടിയോടെ അംബയെ ശാല രാജാവിൻ്റെ അടുക്കലയച്ചു.
വിചിത്രവീരൻ അംബികയും അംബാലികയും വിവാഹം കഴിച്ചു. അംബ ആനന്ദ തുന്തിലതിയായി തൻ്റെ ഹൃദയേശ്വരനായ ശാലുവിൻ്റെ അടുത്തെത്തി ഹസ്തനപുരിയിൽ നടന്ന വൃത്താന്തങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അങ്ങേ എൻ്റെ ഭർത്താവായി മനസ്സാ വരച്ചു കഴിഞ്ഞതാണ്. ഇനിയും ഔപചാരികമായി നമ്മുടെ വിവാഹം നടത്തുകയേ വേണ്ടൂ. എന്നാൽ ഭീഷ്മനാൽ പരാജിതനാകപ്പെട്ട ശോലൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പരാജിതനാക്കി അപമാനിച്ചിട്ടവനാണ് ഭീഷ്മർ നിന്നെ കൊണ്ടുപോയത്. അതിനാൽ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. നീ ഭീഷ്മൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോകുക. തളർന്നുപോയ അംബ ഹസ്തിനപുരിയിൽ മടങ്ങി. ശാലൻ പറഞ്ഞതൊക്കെ ഭീഷ്മനെ അറിയിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഭീഷ്മൻ കുഴങ്ങി. അമ്പയെ കൂടി വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമം ഭീഷ്മൻ നടത്തി. എന്നാൽ മറ്റൊരുവനെ പതിയായി മനസ്സാ വരിച്ചിട്ടുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ വിചിത്രവീരൻ തയ്യാറായില്ല. അപ്പോൾ ഭീഷ്മൻ തൻ്റെ വിവാഹം കഴിച്ച് തൻ്റെ ഈ ഇഷ്ടത്തെ കഷ്ടപ്പാടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അംബ ഭീഷ്മനോട് അപേക്ഷിച്ചു. എന്നാൽ ശപഥം ലംഘിച്ച് അംബയെ വിവാഹം കഴിക്കാൻ തന്നെ കൊണ്ട് സാധ്യമല്ലെന്നും ശാലൻ്റെ അടുക്കലേക്ക് തന്നെ വീണ്ടും പോവുകയാണ് നല്ലതെന്നും അവളോട് ഭീഷ്മർ പറഞ്ഞു ഒഴിഞ്ഞുമാറി. ഭീഷ്മൻ അവസാനമായി തന്നെ കൈയൊഴിഞ്ഞപ്പോൾ തൻ്റെ അധോഗതിക്കു കാരണക്കാരനായ ഭീഷ്മനോട് ഒടുങ്ങാത്ത പകയായി അംബയ്ക്കുണ്ടായത്. അവൾ ക്രുദ്ധയായി പറഞ്ഞു, ഭീഷ്മ, നിന്റെ അഹങ്കാര വൃത്തി കൊണ്ടാണ് നീ എന്നെ ഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ വഴിയാധാരമായിരിക്കുന്നു. ഞാനൊരു സ്ത്രീയായി പോയതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ മുഖാന്തരമായിരിക്കും നീ മരിക്കുക, ഓർത്തുകൊള്ളുക. അവൾ നിരാശയോട് എന്തു ചെയ്യണമെന്നറിയാതെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഏതാനും നാളുകൾ ഹസ്തനപുരിയിൽ പാർത്തു. യുവാവായ വിചിത്രവീരൻ അശ്വിനി ദേവകളെപ്പോലെ രൂപസൗന്ദര്യവും ഉള്ളവരായിരുന്നു. അംബികയും അംബാലികയും അദ്ദേഹത്തെ ഭർത്താവായി ലഭിച്ചതിൽ അത്യധികം സന്തോഷിച്ചു. ആ സുന്ദരാംഗികൾ ഇഷ്ടകാന്തനോടൊപ്പം കുതൂഹലതീരായി ചിത്തകരായി സംതൃപ്തിയോടെ ജീവിച്ചു പോന്നു. വർഷങ്ങൾ 7 കഴിഞ്ഞിട്ടും അവർക്ക് സന്താനങ്ങളുണ്ടായില്ല. ഇതിനിടയ്ക്ക് രാജാവിന് ക്ഷയരോഗം പിടിപെട്ടു. വിദഗ്ധ ചികിത്സ നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. വിചിത്രവീരൻ അങ്ങനെ മരണമടഞ്ഞു. ഭീഷ്മൻ വിഷണ്ണനായി. വിചിത്രവീരൻ്റെ മരണത്തോടെ തൻ്റെ വംശം അനാഥമായിരിക്കുന്നു. അതിനു നിലനിർത്താൻ സന്തതികളില്ല. ഈ പരിസ്ഥിതിയിൽ എന്താണ് വേണ്ടതെന്ന് ആലോചനയായി. സത്യവതി അഗാധമായി ദുഃഖിച്ചു. തൻ്റെ 2 പുത്രന്മാരും മരിച്ചു പോയിരിക്കുന്നു. കുരുവംശത്തിൻ്റെ നിലനിൽപ്പ് പരുങ്ങലായി. താൻ കാരണമാണല്ലോ ഈ പ്രകാരമെല്ലാം സംഭവിച്ചെന്നോർത്തപ്പോൾ അവരുടെ ശോകം സീമാതീതമായി. സത്യവതി ഒരു ദിവസം ഭീഷ്മനെ തൻ്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ 2 പുത്രന്മാരുടെ ദേഹവിയോഗം കൊണ്ട് കുരുവംശം കുറ്റിയറ്റു പോകരുത്. നീ വേദാംഗവും ശാസ്ത്രവുമെല്ലാം പഠിച്ച പക്വമതിയാണ്. നീ മാത്രമാണ് ഇന്ന് കുരുവംശത്തിനാധാരം. നീ വിചിത്രവീരൻ്റെ പത്നിമാർ നിന്റെ സഹോദര പത്നിമാരാണ്. അവർ ഉന്നത കുലജാതരും യൗവനയുക്തരുമാണ്. പുത്രന്മാർ ഉണ്ടാകണമെന്നുള്ള എൻ്റെ ആഗ്രഹവും അവർക്കുണ്ട്. എൻ്റെ നിയോഗത്താൽ നീ രാജ്യഭാരം കൈയേൽക്കുകയും പ്രാതധാരികളിൽ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യണം. കുരുവംശത്തിൻ്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ് താനും. സത്യവതിയുടെ വാക്കുകൾ കേട്ട് ഭീഷ്മർ അചഞ്ചലമായി പറഞ്ഞു, അമ്മ പറയുന്നത് ശരിയാണ്. വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ സന്താന ഉൽപാദനം നടത്തി കുരുവംശം രക്ഷിക്കേണ്ടതാണ്. എന്നാൽ അമ്മ എന്നെ ആ കാര്യത്തിൽ നിർബന്ധിക്കരുത്. ബ്രഹ്മചര്യത്തെപ്പറ്റി ഞാൻ ചെയ്തിട്ടുള്ള സത്യം അമ്മയ്ക്കും അറിവുള്ളതാണല്ലോ. ഞാൻ അത് വീണ്ടും പറയാം. ഞാൻ 3 ലോകങ്ങളും ഉപേക്ഷിക്കാൻ, മഹത്തായ ദേവലോകവും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്നാലും ഞാൻ ഈ സത്യം കൈവിടുകയില്ല. ഭൂമി അതിൻ്റെ ഗന്ധം വെടിഞ്ഞാലും, വെള്ളം അതിൻ്റെ രസം ഉപേക്ഷിച്ചാലും, സൂര്യൻ തൻ്റെ പ്രഭ കളഞ്ഞാലും, അഗ്നി ചൂടിനെ ഉപേക്ഷിച്ചാലും, ധർമ്മം വെടിഞ്ഞാലും ഞാൻ എൻ്റെ സത്യത്തെ ഉപേക്ഷിക്കുകയില്ല. ഇത് സത്യമാണ്. സത്യവതി വീണ്ടും ഭീഷ്മനെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അവർ പറഞ്ഞു, നിന്റെ സത്യം ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായതല്ലേ? അതിൻ്റെ കാലവും കഴിഞ്ഞു, സാഹചര്യവും മാറി. ഇപ്പോൾ നാം ആപത്തിൽപ്പെട്ടിരിക്കുന്നു. നിന്റെ കുലത്തിൻ്റെ സന്തതിയും ധർമ്മവും മൂടിയാതിരിക്കത്തക്ക വിധം നീ പ്രവർത്തിക്കേണ്ടതല്ലേ? എന്നാൽ സത്യവതിയുടെ പ്രേരണകൾക്കൊന്നും ഭീഷ്മൻ്റെ ദൃഢമായ മനസ്സിനെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചെയ്ത പ്രതിജ്ഞയെ മുറുകെ പിടിച്ചുകൊണ്ട് പാറ പോലെ ഉറച്ചിരുന്നു. എങ്കിലും കുരുവംശത്തിന് നാശകം ഉണ്ടാകാതിരിക്കണമെന്നുള്ള ചിന്ത ഭീഷ്മർക്കുമുണ്ടായിരുന്നു. വംശം നിലനിർത്താനുള്ള വഴി അദ്ദേഹം സത്യവതിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭീഷ്മർ പറഞ്ഞു, പണ്ടു ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഭാർഗവരാമൻ കൊന്നൊടുക്കി. അന്ന്
സന്താനങ്ങളില്ലാത്ത ക്ഷത്രിയ വംശം നശിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ആദരണീയരായ വിപ്രന്മാരെ വരുത്തി സന്താനോൽപാദനം നടത്തി. ആര് ജനിപ്പിച്ചതായാലും ആ സന്തതി വിവാഹം കഴിച്ചവനുള്ളതാണെന്ന് വേദങ്ങളിലെ നിശ്ചയം. ആ നിശ്ചയപ്രകാരമാണ് ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരെ സ്വീകരിച്ചത്. അത് പിന്നീട് ക്ഷത്രിയ സ്ത്രീ അതുപോലെ സന്താനമില്ലാത്ത ക്ഷത്രിയ രാജാക്കന്മാർ തപോത്യന്മാരും മഹർഷിമാരും നിയോഗിച്ചു. തങ്ങളുടെ ഭാര്യമാരിൽ സന്തതികളെ ഉൽപ്പാദിപ്പിച്ച കഥകൾ പുരാതനമായുള്ള ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ധർമ്മജരും അതിവീര്യ പരാക്രമികളുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് ഇനിയും ചെയ്യേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിച്ചാൽ മതി. അതിന് അമ്മയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ ഭാരതകുലത്തിൽ സന്തതികളുണ്ടാകാനുള്ള വ്യക്തമായ മാർഗം ഞാൻ പറയാം. ഗുണവാനായ ഒരു ബ്രാഹ്മണനെ ധർമ്മത്തോടുകൂടി വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ സന്താന ഉൽപ്പത്തിക്കു വേണ്ടി വരിക്കുക. സത്യവതി ഭീഷ്മരുടെ ഉപദേശം ശ്രദ്ധയോട് കേട്ടു. വീണ്ടും ഭീഷ്മരെ നിർബന്ധിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ലെന്ന് അവർക്ക് ബോധ്യമായി. അവർ ഗാഢമായി ചിന്തിച്ചു. അവരുടെ മനസ്സിൽ ഒരു വഴി തെളിഞ്ഞു വന്നു. സത്യവതി പുഞ്ചിരിച്ചു. ലജ്ജയോടും ഇടറുന്ന തൊണ്ടയോടും കൂടി അവർ ഭീഷ്മരോട് പറഞ്ഞു, മകനെ, നിന്റെ ഉപദേശം എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. നമ്മുടെ വംശ സംരക്ഷണത്തിന് സന്തതികൾ ഉണ്ടാകാനുള്ള ഒരു ഉപായം ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ മറ്റാരോടും പറയാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. അത് നിന്നോടല്ലാതെ മറ്റൊരാരോടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അത്രമാത്രം വിശ്വാസം എനിക്ക് നീയിലുണ്ട്. നീ സത്യമാണ്, ധർമ്മമാണ്, കുലത്തിൻ്റെ ആശ്രയമാണ്. അതുകൊണ്ട് സത്യമായ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുന്നു. നീ അത് കേട്ട് വേണ്ട തീരുമാനമെടുക്കുക. സത്യവതി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഭീഷ്മൻ ആകാംക്ഷയോട് കാത്തിരുന്നു. അപ്പോൾ താൻ പണ്ടു കന്യകയായിരുന്ന കാലത്ത് പരാശര മുനിയെ തോണി കടത്തിയതും മുനിയിൽ തനിക്ക് കൃഷ്ണദ്വൈപായനൻ ജനിച്ചതും അദ്ദേഹം വേദവ്യാസനായി ഇപ്പോൾ ജീവിക്കുന്നതും മറ്റുമായിട്ടുള്ള പൂർവ്വകാല കഥകളെല്ലാം അല്പം സങ്കോചത്തോടാണെങ്കിലും സത്യവതി ഭീഷ്മരോട് പറഞ്ഞു. സത്യവതി തുടർന്നു, ആവശ്യമുള്ളപ്പോൾ എന്നെ സ്മരിക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അവൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സ്മരിക്കാം. നീ സമ്മതിക്കുന്ന പക്ഷം അവൻ നമ്മുടെ വംശ സംരക്ഷണത്തിനു വേണ്ടി പുത്രന്മാരെ ജനിപ്പിക്കട്ടെ. വേദവ്യാസൻ എന്ന് കേട്ട മാത്രയിൽ തന്നെ ഭീഷ്മരുടെ കണ്ണുകൾ അന്തർനീലിമതങ്ങളായി, പാണികൾ മുകിളിതങ്ങളായി. ഭീഷ്മർ പറഞ്ഞു, അമ്മേ, അദ്ദേഹം ധർമ്മകാര്യങ്ങളായി മൂന്നും കണ്ടറിഞ്ഞവനാണ്. എല്ലാം വേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അമ്മയുടെ അഭിപ്രായം നല്ലത് തന്നെ. അതിലെനിക്കും സമ്മതമാണ്. സത്യവതി അന്തഃപുരത്തിലേക്ക് പോയി. ഒരിക്കൽ മാത്രം കണ്ടുപിരിഞ്ഞ തൻ്റെ ആദ്യത്തെ പുത്രനെ വീണ്ടും കാണാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ അവർക്ക് അലൗകികമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. സത്യവതി കൃഷ്ണദ്വൈപായനെ സ്മരിച്ചു. വേദങ്ങളെ വേർതിരിച്ച് ചൊല്ലിക്കൊണ്ടിരുന്ന വേദവ്യാസൻ അമ്മ തന്നെ സ്മരിക്കുന്ന വിവരം ഗ്രഹിച്ച് ഉടൻ തന്നെ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അമ്മയുടെ കാലുകളിൽ കഴുകി സാഷ്ടാംഗം നമസ്കരിച്ചു. ജനിച്ച ഉടനെ തന്നെ വിട്ടുപോയ തൻ്റെ പ്രഥമപുത്രരെ വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടപ്പോൾ സത്യവതിയുടെ മാതൃഹൃദയം തരളിതമായി. വികാരപരവശയായി അവരുടെ മുലകൾ ചുരന്നു. അവളുടെ കണ്ണുകൾ സന്തോഷബാഷ്പം കൊണ്ട് നിറഞ്ഞു. അവൾ മകൻ്റെ മൂർധാവിൽ ചുംബിച്ചു. മാതാവിൻ്റെ ലാളന കൊണ്ട് കോരിത്തയച്ച ഹൃദയത്തോട് വ്യാസൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇതാ എത്തിയിരിക്കുന്നു. അമ്മയുടെ ആഗ്രഹം ഏതായാലും അത് നിറവേറ്റി തരുന്നതാണ്. സത്യവതി പുത്രനോട് പറഞ്ഞു, മകനെ, ഭൂതവും ഭാവിയും വർത്തമാനം എല്ലാം മനസ്സിൽ കണ്ടറിയുന്നതിന് കഴിവുള്ള മഹാകവിയാണല്ലോ നീ. അതുകൊണ്ട് എൻ്റെ ഈ ഇംഗിതം ഞാൻ തന്നെ പറയാതെ നീ ഗ്രഹിച്ചിരിക്കാം. എങ്കിലും ഞാൻ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് പറയാം. കുരുവംശം സന്തതിയില്ലാതെ മുരടിച്ചു നിൽക്കുന്നു. ഭീഷ്മൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അവൻ മൂലം സന്തതി ഉണ്ടാകാൻ സാധ്യമല്ല. അംബികയും അംബാലികയും യുവത്വം കൈവിടാതെ നവോഢകളാണ്. സന്തതികൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട്. അവരുടെ ഭർത്താവായ വിചിത്രവീരൻ നിന്റെ അനുജനാണ്. നീ അവൻ്റെ ഭാര്യമാരിൽ പുത്രന്മാരെ ജനിപ്പിക്കണം. ഇത് ധർമാനുസരണമായിട്ടുള്ള കാര്യമാണ്. ഭീഷ്മൻ ഇതിനു സമ്മതം അറിയിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. നീ എൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കണം. വ്യാസൻ പ്രതിവച്ചു, അമ്മേ, ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അമ്മയുടെ അഭിഷ്ടം സാധിച്ചു തരാം. എന്നാൽ ഇതിലേക്കായി ആ ദേവിമാർ 1 വർഷത്തെ വ്രതമെടുത്ത് ആത്മശുദ്ധിയുള്ളവരാകണം. അതിനുശേഷം മാത്രമേ അവർ എന്നെ സമീപിക്കാവൂ.
സത്യവതി പറഞ്ഞു, നീ പറയുന്നത് പോലെ കാലതാമസം വരുത്തുവാൻ സാധ്യമല്ല. രാജാവില്ലാത്ത അവസ്ഥയാണ് ഇന്ന് രാജ്യത്തിലുള്ളത്. രാജ്യം അരാജകമായാൽ ശ്രേയസ് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് രാജ്ഞിമാർ എത്രയും വേഗത്തിൽ ഗർഭം ധരിക്കണം. അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഭീഷ്മൻ വളർത്തിക്കൊള്ളും. വ്യാസൻ അനുജനു വേണ്ടി ഉടൻ തന്നെ പുത്രോൽപത്തി ചെയ്യണമെങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ പൊറുക്കേണ്ടി വരും. അതിനു മതിയായ ഒരു വ്രതമാണ് എൻ്റെ ഗന്ധം, രൂപം, വേഷം, ദേഹം ഇവയൊക്കെ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അംബിക ഞാൻ നൽകുന്ന ഗർഭം കൈക്കൊള്ളട്ടെ. അതൊന്നും എന്നായിരുന്നു അമ്മയുടെ അഭിപ്രായം. അമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ വ്യാസം തീരുമാനിച്ചു. ഇന്നു രാത്രി തന്നെ അംബിക എൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് വ്യാസഭഗവാൻ അപ്രത്യക്ഷനായി. സത്യവതി അംബികയുടെ അടുത്തെത്തി. പരപുരുഷ സർഗം സമ്മതമില്ലായിരുന്നുവെങ്കിലും സത്യവതിയുടെ ന്യായോക്തികൾ കേട്ടതുകൊണ്ടും കുരുവംശത്തിൻ്റെ നിലനിൽപ്പിനും സന്തതികൾ ആവശ്യമാണെന്ന് ബോധ്യമായിരുന്നതുകൊണ്ടും അംബിക അമ്മയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി സഹോദരനെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. രാത്രിയായപ്പോൾ അംബിക സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങി ശയനമുറിയിൽ കാത്തിരുന്നു. തന്നോട് ഒത്തുചേരാൻ വരുന്ന പുരുഷൻ ആരായിരിക്കുമെന്ന ചിന്തയാൽ അവൾ നിദ്രാരഹിതയായി കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ വ്യാസൻ മുറിയിലേക്ക് കടന്നു വന്നു. തെളിഞ്ഞു കത്തുന്ന ദീപങ്ങളുടെ ദീപ്തപൂരത്തിൽ അംബിക കണ്ടത് ജടാധാരിയായ ഒരു വികൃത രൂപനെ ആയിരുന്നു. മഞ്ഞിച്ച ജടയും ചെമ്പിച്ച മീശയുമുള്ള മുനിയുടെ വൈരൂപം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസൻ അവളോടൊപ്പം ശയിച്ചിട്ട് പുറത്തു വന്നു. വ്യാസൻ പോയതിനു ശേഷം മാത്രമേ അംബിക കണ്ണു തുറന്നുള്ളൂ. ആകാംക്ഷയോടെ കാത്തിരുന്ന അമ്മയുടെ മുമ്പാകെ എത്തിയ വ്യാസൻ പറഞ്ഞു, അമ്മയ്ക്ക് 10,000 ആനകളുടെ ശക്തിയുള്ള ഒരു പുത്രനുണ്ടാകും. അവൻ പരാക്രമിയും മഹാബുദ്ധിമാനുമായിരിക്കും. എന്നാൽ അവൻ്റെ അമ്മ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് അവൻ അന്ധനായിത്തീരും. സത്യവതി സങ്കടപ്പെട്ടു. അന്ധനായ ഒരു കുരുവംശ നായകനായി രാജ്യം ഭരിക്കുകയോ അപ്രകാരം ചിന്തിക്കുവാൻ പോലും അവർ അശക്തിയായിരുന്നു. അവർ മകനോട് പറഞ്ഞു, മകനെ, നീ രണ്ടാമതൊരു പുത്രനെ തരണം. അവൻ ഇന്ദ്രന് തുല്യനായ പരാക്രമശാലിയായിരിക്കണം. അമ്മയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസൻ മറഞ്ഞു. യഥാകാലം അംബിക ഒരു ബുദ്ധനെ പ്രസവിച്ചു. ആ പുത്രൻ്റെ പേര് അറിയാമല്ലോ, ധൃതരാഷ്ട്രർ. അയാൾ അന്ധനായിരുന്നു. തുടർന്ന് സത്യവതി വീണ്ടും വ്യാസനെ സ്മരിച്ചു വരുത്തി. ഈ പ്രാവശ്യം അംബാലികയിൽ പുത്രൻ ജനിപ്പിക്കാനാണ് അമ്മ ആവശ്യപ്പെട്ടത്. അംബിക ചെയ്തതുപോലെ അണിഞ്ഞൊരുങ്ങി വ്യാസനെ പ്രതീക്ഷിച്ചുകൊണ്ട് അംബാലിക അവളുടെ ശയനമുറിയിൽ കിടന്നു. മുനി അവളുടെ സമീപമെത്തി. മുനിയുടെ വേഷവും വൈരൂപ്യവും കണ്ട അംബാലിക വിളറി വെളുത്തുപോയി. അവൾ പാണ്ഡൂരിയായി. അംബികയോടൊപ്പം ശയിച്ചിട്ട് പുറത്തു വന്ന വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അംബാലികയ്ക്കും എൻ്റെ വൈരൂപ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്നെ കണ്ടപ്പോൾ വിളറി വെളുത്തുപോയി. അങ്ങനെ പാണ്ഡൂരിയായി തീർന്ന അവളുടെ പുത്രൻ പാണ്ഡുവായിത്തീരും. പാണ്ഡു എന്നായിരിക്കും അവൻ്റെ പേര്. യഥാകാലം അംബാലിക ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുട്ടി ലക്ഷണയുക്തനായിരുന്നെങ്കിലും വ്യാസൻ പറഞ്ഞതുപോലെ പാണ്ഡുവായിരുന്നു. വിതുരൻ്റെ ജനനവും സത്യവതി ഒരിക്കൽ കൂടി വ്യാസനെ സ്മരിച്ചു. വ്യാസൻ വന്നുയർന്നു. അംബികയിൽ ഒരു പുത്രനെ കൂടി ജനിപ്പിച്ച് എണെന്ന് സത്യവതി നിർദ്ദേശിച്ചത്. വ്യാസൻ അംബികയുടെ ശയനമുറിയിൽ പ്രവേശിച്ചു. മുനിയുടെ ഗന്ധവും രൂപവും മറ്റും കണ്ട് മനസ്സുമടുത്ത അംബിക മുനിയെ സമീപിച്ചില്ല. അവൾക്ക് പകരമായി അവളുടെ ദാസിയാണ് മുറിയുടെ അടുക്കിലേക്ക് നിയോഗിച്ചത്. ദാസി വ്യാസനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. ദാസൻ സംതൃപ്തനായി. അദ്ദേഹം, നീ ഇനിമേലിൽ ദാസിയല്ല, നിനക്ക് ശ്രേഷ്ഠമായൊരു പുത്രൻ പിറക്കും. അവൻ എൻ്റെ ഏറ്റവും വലിയ ആത്മാവും മഹാബുദ്ധിമാനായിരിക്കും. അവൻ്റെ കീർത്തി ലോകമെമ്പാടും പരക്കും. ഇപ്രകാരം അംബയ്ക്ക് ധൃതരാഷ്ട്രനും അംബാലിക്ക് പാണ്ഡവും ജനിച്ചു. അവർ കുരുവംശം നിലനിർത്തുന്ന കുമാരന്മാരായി തീർന്നു. ദാസിയുടെ പുത്രനായി ജനിച്ചവൻ്റെ പേര് വിതുരൻ എന്നായിരുന്നു. വിതുരനും മറ്റുള്ളവരോടൊപ്പം കൊട്ടാരത്തിൽ വളർന്നു വന്നു. വേദവ്യാസമുനിക്ക് അംബികയുടെ ദാസിയിൽ ജനിച്ച പുത്രനാണ് വിതുരൻ എന്ന് പറഞ്ഞല്ലോ. മാണ്ഡ്യവൻ എന്ന ഈ മുനിയുടെ ശാപനിമിത്തം യമധർമ്മൻ മനുഷ്യനായി പിറക്കേണ്ടി വന്നു. അപ്രകാരം യമധർമ്മൻ വിതുരരായിട്ട് ജനിച്ചതാണ്. ആ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മാണ്ഡ്യവൻ എന്നൊരു ബ്രാഹ്മണശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. ധൈര്യവാനും സത്യവാനും ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. മഹാതപസ്സനായിരുന്നു. അദ്ദേഹം തപസ് ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ കുറേ കള്ളന്മാർ മോഷണ മുതലുമായി അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്ത് വന്നു. രാജഭടന്മാർ അവരെ പിന്തുടർന്നിരുന്നുകൊണ്ട് തസ്കരന്മാർ ആശ്രമത്തിലേക്ക് കയറി മോഷണ വസ്തുക്കൾ ഒളിച്ചു വെച്ചിട്ട് സ്ഥലം വിട്ടു. ഭടന്മാർ ആശ്രമത്തിലെത്തി. ആശ്രമത്തിൻ്റെ മുൻഭാഗത്തിരുന്ന തപസ് എന്ന മുനിയോട് കള്ളന്മാരെ പറ്റി തേക്കി. മൗനവ്രതത്തിലായിരുന്ന മാണ്ഡ്യവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഭടന്മാർ ആശ്രമത്തിനുള്ളിൽ കടന്ന് പരിശോധിച്ചപ്പോൾ തൊണ്ടി സാധനങ്ങൾ കണ്ടു. മാണ്ഡ്യവൻ്റെ കഥ
ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്ഥലപരിമിതി മൂലം, സമയക്കുറവ് മൂലം ഇപ്പോൾ ഇവിടെ വച്ച് ഇത് പൂർത്തിയാക്കുകയാണ്. മഹാഭാരതത്തിൻ്റെ മനോഹരമായ ഈ കഥാശകലങ്ങൾ ഏവരും എന്നും ശ്രമിക്കുമല്ലോ കേൾക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.